This video is about GeoGebra and this is part 1. GeoGebraയിൽ ഉണ്ടാക്കിയ ഒരു ഇമേജ് ആണ് ഈ കാണുന്നത്. ചെറിയ കുട്ടിയും മുടി കെട്ടിയ പോലെയാണ് ഇതിപ്പോൾ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതിൽ ഈ ലൈൻസ് ഇത് ലൈൻ സെഗ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് GeoGebraയിൽ ഉണ്ടാക്കിയ ലൈൻ സെഗ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈൻ സെഗ്മെൻറ്റ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫിഗർ ഇതുപോലെ ആയിരിക്കും. ഇത് ആക്ച്വലി ഉണ്ടാക്കിയത് ഇവിടെ ഇരിക്കുന്ന ലൈൻ സെഗ്മെൻറ്റ്സിന് ട്രേസ് ഓൺ കൊടുത്തിട്ട് സ്ലൈഡറിന് ആനിമേഷൻ കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ഫിഗർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന് ട്രേസ് ഓൺ കൊടുക്കുന്നതിനേക്കാൾ മുമ്പേ ഇതുപോലെയാണ് നമ്മുടെ ഗ്രാഫ്. അതായത് ഇവിടെ ഒരു സെമി സർക്കിൾ ഉണ്ട്, പിന്നെ ഇത് ഡയമീറ്റർ ആണ്, പിന്നെ ഇവിടെ ഒരു സെഗ്മെൻറ്റ്, ഇവിടെ ഒരു സെഗ്മെൻറ്റ്. അപ്പോൾ ഈ രണ്ട് സെഗ്മെൻറ്റിന് കൂടിയിട്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ആംഗിളിൻ്റെ മെഷർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത സ്ലൈഡ് നോക്കാം. ഓക്കെ, ഈ ആംഗിളിൻ്റെ മെഷർ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 90 ഡിഗ്രി ആണ്. ഇപ്പോൾ സ്ലൈഡർ മൂവ് ചെയ്യുന്നത് പോലെ നമ്മുടെ പോയിന്റ് പിയും ഈ സെമി സർക്കിളിൻ്റെ മുകളിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. എവിടെ എടുത്തു കഴിഞ്ഞാലും ഈ പോയിന്റ് പി സെമി സർക്കിളിൻ്റെ മുകളിൽ ഏത് പോയിൻ്റായിട്ട് എടുത്തു കഴിഞ്ഞാലും അവിടെ ഉണ്ടാകുന്ന ആംഗിൾ, ഈ ആംഗിളാണ് ആൽഫ. ഇറ്റ് ഈസ് ഓൾവേസ് 90 ഡിഗ്രി. ഇപ്പോൾ നമ്മൾ കണ്ട ഫിഗറിൽ, നമ്മൾ ആദ്യം കണ്ട ഇമേജിൽ ഒരു മാത്സ് തിയറി ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലേ? ഇവിടെ ഉള്ള മാത്സ് തിയറി എന്താണ്? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഇസ് 90 ഡിഗ്രി. അപ്പം നമ്മൾ ഇതുപോലെ ഒരു ആനിമേഷൻ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ആ തിയറം നമുക്ക് മറക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളെ മനസ്സിൽ എപ്പോഴും ഈ ഫിഗറും അതിലുള്ള തിയറം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അതാണ് GeoGebrയുടെ ഇമ്പോർട്ടൻസ്. GeoGebra was created by Marcus Hohenwarter in 2001 as part of his master's thesis in mathematics education and computer science at the University of Salzburg in Austria. GeoGebra is dynamic mathematics software for all levels of education that brings together geometry, algebra, spreadsheets, graphing, statistics and calculus in one easy to use package. This software is user friendly software. GeoGebra is a rapidly expanding community of millions of users located in just about every country. ലോകത്തിലെ എല്ലാ ഭാഗത്തിലെ ആൾക്കാരും, ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും GeoGebra ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തുന്നുണ്ട്. GeoGebra ട്യൂബിൽ അതൊക്കെ അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. GeoGebra നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻ്റർഫേസ് ആണിത്. ഇതിൽ മെയിനായിട്ട് 5 പാർട്സ് നമുക്കിപ്പോൾ കാണാം. അപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, GeoGebra. ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് GeoGebra ഓപ്പൺ ആയിട്ട് കിട്ടും. അത് ഓപ്പൺ ആയിട്ട് കിട്ടുമ്പോൾ കിട്ടുന്ന ഇൻ്റർഫേസ് ആണിത്. ഇതിൽ മെനു ബാർ, ടൂൾ ബാർ, ഓൾജിബ്ര വ്യൂ, ഗ്രാഫിക്സ് വ്യൂ, ഇൻപുട്ട് ബാർ. ഈ ടോപ്പിലിരിക്കുന്ന ഈ ബാറാണ് മെനു ബാർ. ഓക്കെ, അതിൽ നമുക്ക് ഫയൽ, എഡിറ്റ്, വേവ്, ഓപ്ഷൻസ്, ടൂൾസ്, വിൻഡോ, ഹെൽപ്പ്, ഇത്രയും ഓപ്ഷൻസാണ് മെനു ബാറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്ത ഇതിന് താഴെയായിട്ട്, മെനു ബാറിന് താഴെയായിട്ട് വരുന്നത് ടൂൾ ബാർ. ഡിഫറെൻ്റായ ടൂൾസാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ബാർ ടൂൾ ബാർ. ഇവിടെ ഈ റീജിയൻ ആണ് ഓൾജിബ്ര വേവ്, ഗ്രാഫിക് വേവ്, ഗ്രാഫിക്സ്. ഓക്കെ, നമ്മൾ ഇവിടെ ഇത് ഇൻപുട്ട് ബാർ. ഇതിലൊരു ഫങ്ഷൻ്റെ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ ഓൾജിബ്ര വേവിലും കാണും, അതിൻ്റെ ഗ്രാഫിക്സ് വേവിൽ കാണും. ഇൻപുട്ട് ബാർ. അപ്പോൾ നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ഫങ്ഷൻസ് എൻ്റർ ചെയ്യുന്നത്. ഇവിടെയാണ്. ഇതിൽ ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ്, നമ്മളിവിടെ കൊടുത്ത ഫങ്ഷൻ്റെ ഗ്രാഫ് ഗ്രാഫിക്സ് വേവിൽ വരും. ആ ഫങ്ഷൻ ഓൾജിബ്രിക് വേവിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് 5 മെയിൻ പാർട്സ്. നമ്മൾ GeoGebra തുറക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന മെയിനായിട്ടുള്ള 5 പാർട്സാണിത്. മെനു ബാർ, ടൂൾ ബാർ, ഓൾജിബ്ര വ്യൂ, ഗ്രാഫിക്സ് വ്യൂ ആൻഡ് ഇൻപുട്ട് ബാർ. Important tools of GeoGebra.
ഗ്രാഫിക്സ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ടൂൾസാണ് ഇത്. അപ്പോൾ അതിൻ്റെ പേരുകൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ടൂൾ, ദിസ് ഇസ് മൂവ്മെൻറ്റ് ടൂൾ, പോയിന്റ് ടൂൾ, ലൈൻ ടൂൾ, സ്പെഷ്യൽ ലൈൻ. അപ്പോൾ ഈ ഓരോ ടൂളിൻ്റെ അകത്തും ഡിഫറെൻ്റായ ടൂൾസ് വരും. ഈ മൂവ്മെൻറ്റ് ടൂളിൻ്റെ അകത്ത് ഇവിടെ ഇരിക്കുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന ഡിഫറെൻറ്റ് ടൂൾസ് നമുക്ക് കിട്ടും. ഓക്കെ, മൂവ്മെൻറ്റ് ടൂൾ, പോയിന്റ് ടൂൾസ്, ലൈൻ ടൂൾസ്, സ്പെഷ്യൽ ലൈൻ ടൂൾസ്, പോളിഗൺ ടൂൾസ്, സർക്കിൾ ആൻഡ് ആർക്ക് ടൂൾസ്, കോണിക് സെക്ഷൻ ടൂൾസ്, മെഷർമെൻറ്റ് ടൂൾസ്, ട്രാൻസ്ഫോർമേഷൻ ടൂൾസ്, ആക്ഷൻ ഒബ്ജക്റ്റ് ടൂൾസ്. ഇവിടെയാണ് നമ്മൾ സ്ലൈഡർ എടുക്കുന്നത് ഈ ടൂളിൽ നിന്നാണ്. നൗ ജനറൽ ടൂൾസ്. ഇത്രയും ആണ് മെയിനായിട്ട് വരുന്ന ടൂൾസ്. നമ്മൾ വീവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾജിബ്ര ഗ്രാഫിക്സ് കൂടാണ്ട് ഈ രണ്ട് വിൻഡോസ് കൂടാണ്ട് വേറെയും വിൻഡോസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിൽ ഗ്രാഫിക്സ് 2 നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, 3D ഗ്രാഫിക്സ് ഓപ്പൺ ചെയ്യാം, ക്രാസ് കമ്പ്യൂട്ടർ ഓൾജിബ്ര സിസ്റ്റം CAS കമ്പ്യൂട്ടർ ഓൾജിബ്ര സിസ്റ്റം വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ സ്പ്രെഡ്ഷീറ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഏതാണോ ആവശ്യം വരുന്നത് അതുപോലെ വീവിൽ പോയിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോസ് ഇതിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. 3D ഓപ്പൺ ചെയ്താൽ കാണുന്ന ടൂൾസാണിത്. ഇതിൽ ഗ്രാഫിക്സ് ടൂൾസിനേക്കാളും വ്യത്യസ്തമായ ടൂൾസുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. 3Dയിൽ ഉപയോഗിക്കേണ്ട ടൂൾസുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇതാണ് 3D ഗ്രാഫിക്സിൽ വരുന്ന ടൂൾസാണ് ഈ കാണുന്നത്. നമ്മൾ CAS ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടർ ഓൾജിബ്ര സിസ്റ്റം ഓപ്പൺ ചെയ്താൽ ഇത് ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്ന ടൂൾസ് വ്യത്യസ്തമായ ടൂൾസുകളാണ്. അതേപോലെ നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ടൂൾസ് ഈ കാണുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ടൂൾ ബാർ. ഈ വീഡിയോയിൽ നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് ക്രിയേറ്റിംഗ് സ്ലൈഡർ, ക്രിയേറ്റിംഗ് ഇൻപുട്ട് ബോക്സ്, ഗ്രാഫ്സ് ഓഫ് സം ഫങ്ഷൻസ്, ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ഫങ്ഷൻസ്. ജിയോജിബ്ര ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻ്റർഫേസ് ആണിത്. മെനു ബാർ, ടൂൾ ബാർ, ഓൾജിബ്ര വ്യൂ, ഗ്രാഫിക്സ് വ്യൂ ആൻഡ് ഇൻപുട്ട് ബാർ. ഞാനിവിടെ 2 ഇമേജസ് ഇൻസേർട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ടൂൾ ബാറിനെ കുറിച്ച് പഠിച്ചു. അതിൽ വരുന്ന മെയിൻ ടൂൾസ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ടൂൾസ്. മൂവ്മെൻറ്റ് ടൂൾസ്. ഇതിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഡിഫറെൻറ്റ് ടൂൾസുകളെ നമുക്ക് കാണാൻ പറ്റും. മൂവ് എറൗണ്ട് പോയിന്റ്, ഫ്രീ ഹാൻഡ് ഷേപ്പ്, പെൻ. ഫ്രീ ഹാൻഡ് ഷേപ്പ് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ ഷേപ്പ് വരച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ആയ കേർവ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് ഹൈഡ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഹൈഡ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. അതേപോലെ പെൻ ഈ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് ഡ്രോ ചെയ്യാം. മൂവ്, നമുക്ക് പോയിൻറ്റ്സിനെ മൂവ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളാണ് മൂവ് ടൂൾ. അടുത്ത ടൂൾ വരുന്നത് പോയിന്റ്. അതിൽ പോയിന്റ് ഓൺ ഒബ്ജക്റ്റ്, അറ്റാച്ച് ഡിറ്റാച്ച് പോയിന്റ്, ഇൻ്റർസെക്റ്റ്. 2 കേഴ്സിൻ്റെ ഇൻ്റർസെക്ഷൻ, പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാവുന്ന ടൂൾ. മിഡ് പോയിന്റ്, കോംപ്ലക്സ് നമ്പർ, എക്സ്ട്രീമം, റൂട്ട്സ്. ഇത്രയും ടൂൾസ് അതിലുണ്ട്. ലൈൻ ടൂളിൽ വരുന്നത് ലൈൻ, സെഗ്മെൻറ്റ് വിത്ത് ഗിവൻ ലെങ്ത്, റേ, പോളിലൈൻ, വെക്റ്റർ ഫ്രം പോയിന്റ്. സ്പെഷ്യൽ ലൈൻ ടൂൾസിൽ വരുന്ന ടൂൾസുകൾ പെർപെൻഡിക്കുലർ ലൈൻ, പാരലൽ ലൈൻ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ആംഗിൾ ബൈസെക്ടർ, ടാൻജൻസ്, പോളാർ ഓർ ഡയമീറ്റർ ലൈൻ, ബെസ്റ്റ് ഫിറ്റ് ലൈൻ, ലോക്കസ്. പോളിഗൺ ടൂൾ, പോളിഗൺ, റെഗുലർ പോളിഗൺ, റിജിഡ് പോളിഗൺ, വെക്റ്റർ പോളിഗൺ. സർക്കിൾ ടൂൾ, സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിന്റ്, സർക്കിൾ, സെൻറ്റർ ആൻഡ് റേഡിയസ്, കോമ്പസ്, circle through 3 points, semicircle, circular arc, circumcircular arc, circular sector, circumcircular sector. Conic section tools, ellipse, hyperbola, parabola, conic through 5 points. ഇവിടെ വരുന്ന ടൂൾസ്, മെഷർമെൻറ്റ് ടൂൾസിൽ വരുന്ന സബ് ടൂൾസുകൾ ആംഗിൾ വിത്ത് ഗിവൻ സൈസ്, ഡിസ്റ്റൻസ് ഓർ ലെങ്ത്, ഏരിയ, സ്ലോപ്പ്, ലിസ്റ്റ്,
relation function inspector. Now this is transformation tool. Here reflect about line, reflect about point, reflect about circle, rotate around point, translate by vector, dilate from point. Now slider, action object tools, slider, text, image, button, check box, input box. പിന്നെ നമ്മൾ ഇതിൽ സ്ലൈഡർ ആൻഡ് ഇൻപുട്ട് ബോക്സ് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് നോക്കുന്നത്. എങ്ങനെ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ അതിനൊരു ഇൻപുട്ട് ബോക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ് നമുക്ക് എങ്ങനെ വരക്കാം. ഗ്രാഫിക്സിൽ സ്റ്റാൻഡേർഡ് ഫങ്ഷൻസിൻ്റെ ഗ്രാഫ്സ് എങ്ങനെ വരക്കാം. ഇപ്പോൾ ഇൻപുട്ട് ബാറിൽ നമ്മൾ കൊടുക്കേണ്ടത് എക്സ് ആണെങ്കിൽ, നമ്മുടെ ഫംഗ്ഷൻ എക്സ് ആണെങ്കിൽ ഇൻപുട്ട് ബാറിൽ എക്സ് തന്നെ കൊടുക്കാം. എക്സ് സ്ക്വയർ ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എക്സ് ക്യാപ് 2, എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് ക്യാപ് 2, എക്സ് ക്യൂബ് എക്സ് ക്യാപ് 3, മോഡുലസ് ഓഫ് എക്സ് അബ്സലൂട്ട് ABS x, absolute function, so give ABS x, root of x SQRT x, floor x, greatest integer function. Now here there are two types of greatest integer function, floor x and seal x. Okay, now this is floor x, 1 by x, 1/x, signum function SIGN x. ഇൻപുട്ട് ബാറിൽ നമ്മൾ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, എക്സ് എന്ന് എഴുതുക, എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് അവിടെ കിട്ടും. അതിൻ്റെ ഓൾജിബ്രിക് വ്യൂവിൽ f(x) = x നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എക്സ് സ്ക്വയർ എക്സ് ക്യാപ് 2, എക്സ് ക്യാപ് 2, എക്സ് ക്യാപ് 3. നമുക്ക് വേണമെങ്കിൽ ഈ ഫങ്ഷൻസ് ഹൈഡ് ചെയ്ത് വെക്കാം. എക്സ് സ്ക്വയർ ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് കാണാൻ പറ്റും. Square root of x, square root of x, square root of x, floor x, floor x, floor x ന്റെ ഗ്രാഫാണ് ഇത്. 1 by x, 1 by x, 1 by x ന്റെ ഗ്രാഫ് കിട്ടും. സിഗ്നം ഫംഗ്ഷൻ കിട്ടാൻ നമ്മൾ SIGN x എന്ന് കൊടുക്കണം. SIGN x, സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടും. f(x) = 1 when x greater than 0, f(x) = 0 when x = 0, f(x) = -1 when x less than 0. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ് നമ്മൾ ഗ്രാഫിൽ വരക്കുന്നത്. ഇവിടെ ഇൻപുട്ട് ബോക്സിൽ കറസ്പോണ്ടിങ് കമാൻഡ്സ് നമ്മൾ കൊടുക്കണം. ഇതുപോലെയാണ് നമ്മുടെ കമാൻഡ്സ്. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലൈഡർ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഗ്രാഫിക്സിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വിൻഡോ കിട്ടും. സ്ലൈഡർ 3 രീതിയിലാണ് ഇരിക്കുന്നത്. നമ്പർ സ്ലൈഡർ, ആംഗിൾ സ്ലൈഡർ, ഇൻറ്റീജർ സ്ലൈഡർ. നമ്പർ സ്ലൈഡറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ മിനിമം വാല്യൂ ഡീഫോൾട്ടായിട്ട് -5, മാക്സിമം വാല്യൂ 5. അപ്പോൾ നമുക്ക് മിനിമം മാക്സിമം വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. -5 ഉള്ളത് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ വേണമെങ്കിൽ 10 എന്ന് കൊടുക്കാം. 5 ഉള്ളത് മാറ്റിയിട്ട് 10 എന്ന് കൊടുക്കാവുന്നതാണ്. ഇൻക്രിമെൻറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഇൻക്രിമെൻറ്റ് ഇവിടെ 0.1, 0.01 ഒക്കെ കൊടുക്കാവുന്നതാണ്. നമുക്കിതുപോലെ ഒരു സ്ലൈഡർ കിട്ടും. അപ്പോൾ സ്ലൈഡറിന് ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കണമെങ്കിൽ ഇൻപുട്ട് ബോക്സ് ക്ലിക്ക് ചെയ്യുക, ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്യുക. ക്യാപ്ഷൻ ചോദിക്കും. നമ്മൾ സ്ലൈഡറിനാണ് ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുന്നെങ്കിൽ സാധാരണ നമ്മളവിടെ സ്ലൈഡറിന് കൊടുക്കണം. ക്യാപ്ഷൻ സ്ലൈഡർ. ലിങ്ക്ഡ് ഒബ്ജക്റ്റ്, അതായത് നമ്മൾ ഈ എ ആയിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്. എ അവിടെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. സ്ലൈഡറിൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്. 1.6 വരുമ്പോൾ ഇവിടെ വരുന്ന വാല്യൂ തന്നെ ഇതിൻ്റെ അകത്ത് വരും. ഇതിൻ്റെ ഒരു ഗുണം എന്ത് വെച്ചാൽ, ഇതിൻ്റെ യൂസ് എന്ത് വെച്ചാൽ നമുക്കിവിടെ വാല്യൂ എൻറ്റർ ചെയ്യാം. നമുക്ക്
3 എന്ന് പറയുന്ന വാല്യൂ അവിടെ എൻ്റർ ചെയ്താൽ ഒരു ഫംഗ്ഷൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഉപയോഗം നമുക്ക് മനസ്സിലാവും. ഞാൻ ആദ്യം കാണിച്ച ഫിഗർ നമുക്ക് രണ്ട് രീതിയിൽ വരക്കാം. ഒന്ന് സെമി സർക്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വരക്കാം. അപ്പോൾ സെമി സർക്കിൾ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സെലക്ട് ടു എൻ പോയിൻറ്റ്സ്. ജിയോജിബ്രയുടെ വലിയൊരു ഉപയോഗം എന്താ വെച്ചാൽ നമ്മൾ ഏത് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മളവിടെ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് അവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ഈ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യണം എന്താണ്, 2 എൻ പോയിൻറ്റ്സ് സെലക്ട് ചെയ്യണം. എൻ പോയിൻറ്റ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സെമി സർക്കിൾ കിട്ടും. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പോയിന്റ് സെലക്ട് ചെയ്യാം, പോയിന്റ് സി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സെഗ്മെൻറ്റ്സ് ആണ്, ലൈൻ സെഗ്മെൻറ്റ്സ്. ജോയിൻ എ ആൻഡ് സി, അഗൈൻ ലൈൻ സെഗ്മെൻറ്റ് ജോയിൻ സി ആൻഡ് ബി. ഇത് ചെയ്ത ശേഷം നമ്മളിപ്പോൾ കേഴ്സർ മൂവ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഇവിടേക്കൊക്കെ സെഗ്മെൻറ്റ്സ് വരും. അപ്പോൾ നമ്മൾ എന്ത് ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും കേഴ്സർ കൊണ്ടുപോയിട്ട് മൂവ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്കിതുപോലെ സെമി സർക്കിളിൻ്റെ അകത്ത് വരുന്ന ഒരു ആംഗിൾ കിട്ടും, എ സി ബി. ഇപ്പോൾ ആംഗിൾ ഇവിടെ മെഷർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആംഗിൾ വിത്ത് ഗിവൺ സൈസ് ഇങ്ങനെയൊക്കെ ഈ ടൂൾസിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ആംഗിൾ ടൂളാണ്. അപ്പോൾ ഇവിടെ ഞാനത് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആൽഫ 90 ഡിഗ്രി കിട്ടും. ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഡാർക്ക് കളർ അവിടെ കൊടുക്കാം. ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്താൽ കുറച്ചും കൂടി ഡാർക്കായിട്ട് കിട്ടും, ഇതുപോലെ ഡാർക്കായിട്ട് വരും. ഇനി നമുക്കിത് കുറച്ചും കൂടി മുകളിൽ കാണണമെങ്കിൽ ഇത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് മുകളിൽ കൊണ്ട് വെക്കാം. ഈ ആൽഫ 90 ഡിഗ്രി നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്ന പോലെ. ഇനി നമ്മൾ മൂവിൽ വെച്ചിട്ട് ഈ പോയിന്റിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. സെമി സർക്കിളിൻ്റെ മുകളിലൂടെ ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ മൂവ് ചെയ്യുന്നത് ഈ മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനെ മൂവ് ചെയ്യുന്നത്. അതിന് പകരം എനിക്ക് സ്ലൈഡറായിട്ട് കണക്ട് ചെയ്യണം. ഇങ്ങനെ ഞാൻ ഇതിവിടെ ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്യുന്നതിന് പകരം ഈ പോയിന്റിനെ സ്ലൈഡറായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എടുക്കേണ്ടി വരും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫംഗ്ഷൻ വരയ്ക്കാന്ന് വേണ്ടത്. ഇപ്പോൾ ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈസ് x² + y² = r². That is y² = r² - x², y = √r² - x². അപ്പോൾ നമ്മളിവിടെ എടുക്കേണ്ട ഫംഗ്ഷൻ SQRT, ഒരു റേഡിയസ് കൊടുക്കുക 16, 4 റേഡിയസ് എടുത്തിട്ടുണ്ട്. r² 16 - x², 16 - x². ഇതുപോലെ സെമി സർക്കിൾ കിട്ടും. ഞാനിപ്പോൾ ഈ സെമി സർക്കിൾ നേരത്തെ വരച്ചത് ഹൈഡ് ചെയ്യാൻ പോവാണ്. ഹൈഡ് ചെയ്യാൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ വരച്ച കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വരും. ഓക്കെ, അതൊക്കെ ഹൈഡ് ചെയ്തു. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇതുപോലെ സെമി സർക്കിളാണ്. h(x) is √16 - x². നമുക്കിതിങ്ങനെ മൂവ് ചെയ്യാം, ഗ്രാഫിക്സ് മൂവ് ചെയ്യാം. ഗ്രാഫിക്സ് ആക്സസ് ഡിലീറ്റ് ചെയ്യാം, ഗ്രിഡ് ഡിലീറ്റ് ചെയ്യാം. ഇതുപോലെ കിട്ടും. ഇനി ഈ എച്ച് നമുക്ക് ഇവിടെ കാണുന്നത് വേണ്ടെന്നുണ്ടെങ്കിൽ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ ലേബിൾ ക്ലിക്ക് ചെയ്യുക. എച്ച് അവിടെ ഹൈഡ് ചെയ്ത് വരും. ഇതാണ് നമ്മുടെ സെമി സർക്കിൾ. നമുക്ക് ഈ 2 എൻ പോയിൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് സെലക്ട് ചെയ്യാന്ന്, ഇവിടെയും ഒരു പോയിന്റ്, ഈ എൻ പോയിൻറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദീസ് 2 പോയിൻറ്റ്സ്. ഒരു ലൈൻ സെഗ്മെൻറ്റും കൂടി അവിടെ വരച്ചു വെച്ചു. ഇനി നമ്മളിവിടെ കൊടുക്കേണ്ട പോയിന്റ്, ഇതിൻ്റെ സെമി സർക്കിളിൻ്റെ മുകളിൽ ഒരു പോയിന്റ് വേണമെങ്കിൽ നമ്മളവിടെ കൊടുക്കേണ്ടത് ബ്രാക്കറ്റിൻ്റെ അകത്ത് എ, അതായത് സ്ലൈഡറായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ ഈ ഫംഗ്ഷൻ, ഇവിടെ ഇരിക്കുന്ന ഫംഗ്ഷൻ എച്ച് ആണ്. ഇപ്പോൾ നമ്മൾ ഇത് h(x)ൻ്റെ കേർവാണിത്. അതിൻ്റെ മുകളിൽ ഒരു പോയിന്റ് വരണം. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് h(a). നമുക്കിതുപോലെ ഒരു പോയിന്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേര് ഇവിടെ ഇരിക്കുന്ന F ആണ്. അപ്പോൾ നമ്മൾ റീനെയിം ചെയ്യാം, F മാറ്റിയിട്ട് P
P എന്ന് കൊടുക്കാം. Now take line segment, join D and P, then P and E. Then take angle, join D, P, E. Change color of beta. ഇത് മൂവ് ചെയ്തിട്ട് മുകളിൽ കൊണ്ടുവെക്കാം. ഇതൊക്കെ ഹൈഡ് ചെയ്യാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഷോ ലേബിൾ ക്ലിക്ക് ചെയ്യാം. ഐ നമുക്ക് ആവശ്യമില്ല, ഷോ ലേബിൾ ക്ലിക്ക് ചെയ്യാം. ഡി പോയിന്റ് നമുക്ക് ആവശ്യമില്ല. ഇവിടുത്തെ ഇ എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഈ പോയിന്റും കൂടി നമുക്ക് അവിടുന്ന് ഷോ ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. പോയിന്റ് അവിടെ കാണത്തില്ല. ഷോ ഓബ്ജക്റ്റ് ഈ കെയും കൂടി നമുക്ക് ആവശ്യമില്ല. ഷോ ലേബിൾ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈൻ സെഗ്മെൻറ്റിന് ട്രേസ് കൊടുക്കണം. ട്രേസ് ഓൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ ലൈൻ സെഗ്മെൻറ്റിനും ട്രേസ് ഓൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇത് ആനിമേഷൻ കൊടുക്കണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആനിമേഷൻ ഓൺ കൊടുക്കുക. ഇതുപോലെ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഇമേജ് തയ്യാറാക്കിയത്. നമുക്കിവിടെ ഈ ട്രേസ് ഓൺ പോകണമെങ്കിൽ കൺട്രോൾ എഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രേസ് കൊടുത്ത വാല്യൂസൊക്കെ പോകും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ എ എന്ന് പറഞ്ഞ വാല്യൂ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എയുടെ വാല്യൂ -10 ആയതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ട്രേസ് കാണാത്തത്. അതിന് പകരം വേറൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ a = 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ആംഗിൾ ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ മിനിമം മാക്സിമം -10 ആയതുകൊണ്ടാണ് അത് അങ്ങ് പോകുമ്പോൾ -4 വരെ മാത്രമേ എയുടെ വാല്യൂ പോകും ഇതിൻ്റെ അകത്ത്. അപ്പോൾ 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ആംഗിൾ അവിടെ കാണാൻ പറ്റും. അടുത്തതായിട്ട് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സ്ലൈഡർ ടൂൾ സെലക്ട് ചെയ്യണം, ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്യണം. ഇൻറ്റിജർ സ്ലൈഡർ ആണ് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ഇൻറ്റിജർ സ്ലൈഡർ സെലക്ട് ചെയ്താൽ മിനിമം 1, മാക്സിമം 30, ഇൻക്രിമെൻറ്റ് 1 ഡിഫോൾട്ടായിട്ട് തന്നെ വരും. ഓക്കെ ക്ലിക്ക് ചെയ്യുക, ഇൻറ്റിജർ സ്ലൈഡർ കിട്ടും. Now in input bar, input x raised to n, x raised to n, n 1 ആയതുകൊണ്ട് f of x equal to x. n-ൻ്റെ വാല്യൂ മാറുന്ന പോലെ x raised to 4, x raised to 5 etc. കിട്ടും. നമ്മളിവിടെ ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. n-ൻ്റെ വാല്യൂസ് ആണ്. സോ ഗിവ് ക്യാപ്ഷൻ n, ലിങ്ക്ഡ് ഓബ്ജക്റ്റ് n. ഓക്കെ, അപ്പോൾ n നമുക്കിവിടെ മാറ്റി കൊടുക്കാം 1. n is 1, f of x is x. Domain of this function is set of all real numbers. Range is set of all real numbers. Domain is set of all real numbers, set of all x values, that is set of all real numbers, and range is also set of all real numbers. When n is 2, domain is set of all real numbers, range is 0 to infinity, closed at 0. Now let n equal to 4. n equal to 4. Domain is R, range is closed interval, closed at 0, open at infinity, 0 infinity. When n is 6, domain is R, range is 0 infinity, closed at 0. When n equal to 8, domain set of all real numbers, range 0 infinity, closed at 0, open at infinity. അപ്പോൾ ഇതുപോലെയാണ് n ഈവൻ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫങ്ഷൻസിൻ്റെ ഡൊമെയിൻ എക്സ് റൈസ് ടു n എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ n ഈവൻ നമ്പേഴ്സ് ആയാൽ ഡൊമെയിൻ ഇസ് R, റേഞ്ച് ഇസ് 0 ഇൻഫിനിറ്റി, ക്ലോസ്ഡ് അറ്റ് 0. n ഓഡ് നമ്പേഴ്സ് എടുക്കുന്ന സമയത്ത് n is 1, domain is R, range is R. n 3, then for this function also domain R, range is R. When n is 5, domain is R, range is R. When n is 7,
domain is R, range is R. So for the function f of x equal to x raised to n, when n is odd, domain is R, range is R. When x is in between -1 and 1 and n tends to a large number, graph is coincides with x-axis in this portion, -1 to 1. When x is in between -1 to 1, y equal to 0. F of x is equal to 0 or y equal to 0, because x raised to n, the function x raised to n tends to 0 when n tends to infinity and x is in between -1 and 1. GeoGebra ഫയലിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു സർക്കിൾസ് ആണിത്. അപ്പോൾ ഈ ഫിഗറിന് നമ്മൾ അനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, സ്ലൈഡർ ഉണ്ട്, അതിന് അനിമേഷൻ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സുന്ദരമായ ഫിഗർ കിട്ടും. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.